എന്താടി? ഒരു കുഴപ്പമുണ്ട്. എന്തു കുഴപ്പം? വല്യേച്ചി തനിച്ചാ വന്നിരിക്കുന്നെ. ഓ, അതിനിപ്പോ എന്താ? നേരത്തെ അവള് തനിച്ചു വന്നിട്ടുണ്ടല്ലോ. ഇതങ്ങനെ അല്ലമ്മേ. വല്യേച്ചി അവിടുന്ന് പിണങ്ങി പോന്ന പോലെയാ. രാജീവ് സാർ എവിടെന്ന് ചോദിച്ചപ്പോ എന്നോട് ദേഷ്യപ്പെടുക ചെയ്തേ. സാറിന്റെയും വീട്ടുകാരുടെയും കാര്യം ഇനി പറയണ്ടെന്നാ പറഞ്ഞേക്കുന്നെ. വല്യേച്ചി ഇനി അങ്ങോട്ടില്ലത്രേ. ഷെടാ, ഇതെന്തൊരു പാട്. ആ, അതിങ്ങി തന്നേക്ക്. ഹോട്ടലിൽ നിന്ന് ആള് കൂടുതലാ ശാരദാമ്മേ. ആരുടെങ്കിലും സഹായം ഉണ്ടെങ്കില്. ഞാൻ വരാം ശാന്തേ. ആ അതെ, നുള്ളീന്നും പിച്ചീന്നും പറഞ്ഞ് നിന്റെ വല്യേച്ചി ഓരോ തവണയും ആവലാതിയായിട്ട് വരുമ്പോഴേ കാവലിരുന്ന് കണ്ണീര് വീഴ്ത്താൻ എനിക്ക് സമയമില്ലാന്ന് അവളോട് പോയി പറ. അമ്മേ, പുലർച്ചെ മുതൽ പാതിര വരെ നടുവൊടിഞ്ഞ് പണിയെടുത്താലേ ഈ വീട് മുന്നോട്ട് പോകും. ഇത്തിരി ഭാരം ഒഴിയുന്നുള്ള പ്രതീക്ഷയില്ല ഓരോന്നിനെ പടിയിറക്കി വിടുന്നത്. വണ്ടിക്കാളെ പോലെ വലിക്കാൻ ഒരാളുണ്ടെന്ന് കരുതി വീണ്ടും വീണ്ടും ഭാരം എടുത്ത് എന്റെ തൊള്ളിലേക്ക് വയ്ക്കരുതെന്ന് പോയി പറഞ്ഞേക്ക്. എന്താ ശാരദാമ്മേ? ഓരോരുത്തർക്കേ ഭക്ഷണം എല്ലിന്റെ ഇടയിൽ കുത്തുന്നതിന്റെ പ്രശ്നമാ. നീ വാ ശാന്തേ, പോവാം. രാജീവിന് ചേർന്ന പെണ്ണ് നീയാണെന്ന് ഈ ലോകം മുഴുവൻ പറഞ്ഞാലും അത് അവൻ അംഗീകരിക്കണമെന്നില്ല. അല്ലാന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെ. അത് അവന് തന്നെ തോന്നേണ്ട കാര്യമാണ്. അവന്റെ അറിവോടെയാ ഈ ആലോചന നടന്നെങ്കിൽ നിന്നെ ഭാര്യ എന്ന് പറഞ്ഞ് അവൻ പരിചയപ്പെടുത്തുവോ? അമ്മയെ അമ്മാവനും ഒക്കെ പറഞ്ഞത് തട്ടിയിട്ട് ഇതാ എന്റെ പെണ്ണ്, എനിക്കിവളെ മാത്രം മതിയെന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കാനുള്ള ഒരു പുരുഷന്റെ കൈ. അതാ മോളെ ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ സ്വത്ത്, ഏറ്റവും വലിയ ബലം. ഏത് കൊടുങ്കാറ്റിന്നും പേമാരിന്നും കാത്തോളും നിന്നെ കൈ. ജീവിതത്തിൽ ഒരു തീരുമാനം തെറ്റിയാ മതി മോളെ, മൊത്തം താളപ്പിഴകൾ വന്ന് നിറയാൻ. മടിത്തെറുപ്പിലിരിക്കുമ്പോ മാണിക്യത്തിന്റെ വില അറിയില്ല. കളഞ്ഞു കുളിച്ചാ പിന്നെ അത് തിരിച്ചു കിട്ടണമെന്നില്ല. അച്ഛന്റെ വിധി മോൾക്കുണ്ടാവരുത്. ഞാൻ ചെയ്തത് തെറ്റായ അച്ഛാ. ചെറിയൊരു തെറ്റ്. കരയണ്ട. മോൾ ഇങ്ങോട്ട് പോകുന്ന കാര്യം രാജീവ് അറിഞ്ഞോ? ഇല്ല, സാറ് കോളേജിൽ പോയി കഴിഞ്ഞു ഞാനിങ്ങോട്ട് വന്നത്. വിജയലക്ഷ്മിയും കൃഷ്ണൻകുട്ടിയോ? അവരോടൊന്നും പറഞ്ഞില്ല. മോൾ അവരോട് മുഷിഞ്ഞ് സംസാരിക്കൊന്നും ചെയ്തിട്ടില്ലല്ലോ? ഇല്ല. എന്നാ ഈ അബദ്ധം മറ്റാരും അറിയാതെ നമുക്ക് പരിഹരിക്കാം. മോളൊരുങ്ങിക്കോ, അച്ഛൻ കൊണ്ടുപോയി ആക്കാം രാജീവിന്റെ വീട്ടിൽ. അച്ഛനോ? അച്ഛൻ തന്നെ. മോളുടെ വീടൊന്ന് കാണാമല്ലോ അച്ഛന്. പിന്നെ ശാരികയ്ക്ക് ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന് ഒരു തോന്നലുണ്ടാവട്ടെ വിജയലക്ഷ്മിക്കും കൃഷ്ണൻകുട്ടിക്കും. ഇതാണോ ഭർത്താവാകാനുള്ള യോഗ്യത? അവിടെ എന്തോ നടക്കുന്നുണ്ടല്ലോ. എന്ത്? അല്ല, ഇതിങ്ങനെ കെട്ടാൻ പഠിക്കുന്നത്. അല്ല, അതൊരു യോഗ്യതയാണല്ലോ. എന്നാ ഇയാളൊന്ന് കെട്ടിത്തന്നെ.
കംപ്ലീറ്റ് കുഴപ്പാ. ഭാമാന്റെ വിളിച്ചില്ലെങ്കിൽ കയ്യിന്ന് പോവും. കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. എന്തേ കാണിച്ച? മനസ്സിലായില്ല. എന്താ? ഞാനേ കാണുമായിരുന്നു. എന്ത്? ഓരോ ദിവസവും ഈ അഴകിങ്ങനെ കൂടി വരുന്നു. കള്ളം പറയണ്ട. ആര് കള്ളം പറഞ്ഞേ? എന്താ? ഇത് കണ്ടോ? നല്ല റോസാപ്പൂ ഇതള് പോലെ. പിന്നെ ഈ ഉണ്ടക്കണ്ണം. ആന്റി, ആന്റി, സത്യ ആന്റി, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. എന്റെ വാക്ക് തട്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അനുഭവിച്ചിരിക്കും. അത് മകനായാലും ശരി മരുമകളായാലും ശരി. നടന്നിട്ടുണ്ടെങ്കിലെന്നല്ല, നടന്നുകൊണ്ടിരിക്കുക. സംശയം ഉണ്ടെങ്കിൽ ആന്റി വാ, ഞാൻ കാണിച്ചു തരാം. വാ. ഇയാളെന്തേ കാണിച്ച്? ഇയാളെന്താ കാണിച്ച്? അത് പിന്നെ ഒരു മുദ്ദുക്കാവും. ഒരെണ്ണം. അതെ, സത്യാമ്മ അറിഞ്ഞാലേ മുത്തുകവും ഒന്നല്ല, മൊത്തമായിട്ട് കിട്ടും. ഞങ്ങൾ ഈ നാട്ടുകാരല്ല, പറഞ്ഞു കേട്ടൊരു കഥയാ. ഒരു 18 വർഷം മുൻപ് ഇവിടെ നടന്നത്. 3 പെൺമക്കളെ പ്രസവിച്ച ഭാര്യയെ ഉപേക്ഷിച്ച് ഒരു മാന്യൻ ഒരു സുപ്രഭാതത്തിൽ വേറൊരു സ്ത്രീയുടെ കഴുത്തിൽ താലി കെട്ടി. ഉപേക്ഷിച്ച് കളഞ്ഞ സ്ത്രീയുടെ പേര് ശാരദ എന്നാണെന്നാണ് എന്റെ ഓർമ്മ. അന്ന് ശാരദയുടെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ ഇതുപോലെ നെഞ്ചു പൊള്ളിയാന്. ഇവിടെ രാജീവനും ശാരികയ്ക്കും കുട്ടികളൊന്നുമില്ല. തുറന്നങ്ങ് പറഞ്ഞ അവരിതുവരെ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടുമില്ല. സ്വന്തം കണ്ണിലെ കമ്പെടുത്ത് മാറ്റിയിട്ട് പോരേ ഗോപാലകൃഷ്ണ മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുക്കുന്നത്. കൃഷ്ണൻകുട്ടിയേട്ടാ, ഞാൻ നിങ്ങൾ ചെയ്തതിന്റെ ഒക്കെ തിരിച്ചടിയാ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് ദൈവമായിട്ട് നിങ്ങൾക്ക് തരുമ്പോ ഞങ്ങളെ കുറ്റപ്പെടുത്താൻ ഒരു അവകാശവും ഇല്ല. വാസ്തവത്തിൽ ഞങ്ങൾ ഇതിൽ വന്ന് പെട്ടുപോയതാ. ഞങ്ങൾ ആദ്യം പരിചയപ്പെടുന്നത് നിങ്ങളുടെ 2ാം ഭാര്യ രാജേശ്വരിയെയാ. അല്ല, നിങ്ങൾ വിചാരിച്ച ഈ വിഷയം ഇപ്പൊ ലളിതമായിട്ട് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ശാരദാമ്മയ്ക്ക് സ്ത്രീധനായി കിട്ടിയ 30 പവൻ ഇപ്പോഴും നിങ്ങളുടെ വീട്ടിലെ അലമാരയിൽ ഇരിപ്പില്ലേ? അതല്ലേ അന്ന് രാജീവിന്റെ നിശ്ചയത്തിന് രാജേശ്വരി എടുത്തോണ്ട് വന്നത്? അത് കാണിച്ചല്ലേ രാജേശ്വരി ശാരദാമ്മയ്ക്ക് മുക്കുപണ്ടം കൊടുത്ത് പറ്റിച്ചത്. അതിങ്ങെടുത്ത് തന്നാ മതിയെന്നേ.
അതല്ലെങ്കിൽ വീട് സ്ഥലവുമായിട്ട് സ്വത്ത് കുറെ കിടപ്പുണ്ടല്ലോ, അതിന്ന് കുറച്ചങ്ങ് വിറ്റാ മതി. ഒരു 10-15 ലക്ഷം രൂപ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനായ ഗോപാലകൃഷ്ണന് ഒരു പ്രശ്നമാണോ? സ്വന്തം മകൾക്ക് വേണ്ടിയിട്ടല്ലേ? ഇതേ കൈപ്പടയിൽ നമുക്ക് ആവശ്യമുള്ള സംഗതികൾ എഴുതി ചേർക്കാം. അല്ല, ഈ സ്വത്തുക്കൾക്ക് എങ്ങനെ വീതം വെക്കണമെന്ന ചേച്ചിയുടെ പ്ലാൻ? എന്താ ഗോപാലകൃഷ്ണ, നടക്കുവോ? അതാണ് 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 സ്വന്തം മണത്തിന്റെ കാര്യത്തില് എല്ലാവർക്കും കരുതലുണ്ട്. നിങ്ങളുടെ മകളോട് നിങ്ങൾ കാട്ടാത്ത കരുണ ഞങ്ങളുടെ മരുമകളോട് ഞങ്ങൾ കാട്ടണോ? ഇനി ഗോപാലകൃഷ്ണനോട് ഞങ്ങളുടെ വക ഒരു അഭ്യർത്ഥനയുണ്ട്. കാര്യം ശാരിക നിങ്ങളുടെ മകളായിരിക്കാം, പക്ഷേ അവളുടെ കാര്യത്തിന് വേണ്ടിയാണെങ്കിൽ പോലും ശാരദാമ്മയുടെ വീട്ടിൽ നിങ്ങളിങ്ങനെ കയറി ഇറങ്ങുന്നതിന് നാട്ടുകാര് വല്ലതൊക്കെ പറഞ്ഞെന്നിരിക്കും. ശാരദാമ്മയുമായിട്ടുള്ള ഇടപാടുകളൊക്കെ ഗോപാലകൃഷ്ണൻ അവസാനിപ്പിച്ചതല്ലേ? ഇപ്പോ നിങ്ങൾക്കൊരു ഭാര്യയുണ്ട്. നാട്ടുകാരെ അത് ഇതുമൊക്കെ പറഞ്ഞ ഞങ്ങളുടെ രാജീവിനാ കുറച്ചില്. അവൻ ഈ നാട്ടിൽ കോളേജിൽ പഠിപ്പിക്കാനുള്ളതല്ലേ? ശാരദാമ്മയുടെ വീട്ടിൽ പോകുന്നതൊക്കെ ഗോപാലകൃഷ്ണന്റെ ഇഷ്ടം. പക്ഷേ ശാരികയുടെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ട് ഇങ്ങോട്ട് കയറി വരരുത്. ഇവിടത്തെ കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിച്ചോളാം. എന്നാ ഞാൻ ഇറങ്ങാം. അതാ നല്ലത്. അച്ഛാ, വിജയേ, നീങ്ങി വന്നേ. മോള് ചായയും കൊണ്ടുവാ. ചായ മാത്രം മതി മോളെ. അച്ഛനെന്താ പെട്ടെന്ന് പോണേ? പെട്ടെന്നല്ലല്ലോ, അച്ഛൻ ഇത്രയും നേരം അവരുമായിട്ട് സംസാരിക്കായിരുന്നു. അവരെന്തെങ്കിലും പറഞ്ഞോ അച്ഛൻ മോശമായിട്ട്? ഏയ്, ഞങ്ങളിങ്ങനെ നാട്ടുവിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കായിരുന്നു. ശരി മോളെ, ഞാൻ ഇറങ്ങാം. ഞാൻ പറഞ്ഞതെപ്പോഴും മോളുടെ ഓർമ്മയിലുണ്ടാവണം. ബന്ധങ്ങൾ മുറിയാതെ നോക്കണം. മുറിഞ്ഞാ പിന്നെ അത് കൂട്ടിച്ചേർക്കാൻ പറ്റില്ല ഒരിക്കലും. പോട്ടെ. പ്രീതി, ശാലിനി, എന്താ പ്രീതി? എന്നെ DNA ടെസ്റ്റിന് കൊണ്ടുപോവാ ശാലിനി. ഇപ്പോഴോ? വിഷമിക്കണ്ട പ്രീതി, അതോടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ആവില്ലേ? പിന്നെ പ്രീതിയെ സംശയം പറയാനാവില്ലല്ലോ വസുമതി ആന്റിക്ക്. ശരി തന്നെയാ ശാലിനി, പക്ഷെ അമ്മ ഇതറിയോന്നാ? സത്യം എങ്ങനെ അറിയാനാ? എന്നാലും എനിക്കൊരു പേടി. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ടെസ്റ്റ് നടത്തുമ്പോ ശാലിനി എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു ധൈര്യമായിരുന്നു. അതിനെന്താ, ഞാൻ വരാം. ശരി, ഫോൺ വെച്ചോ, ഞാൻ ഉടനെ വരാം. ശരി. എല്ലാം കൂടെ ആന്റിയെ കബളിപ്പിക്കുകയാണല്ലേ?
ഇതുവരെ സുസ്മിത പയറ്റിയതെല്ലാം കുതന്ത്രങ്ങളായിരുന്നു. പക്ഷെ ഇപ്പൊ നീയൊക്കെ വന്ന് വീഴാൻ പോകുന്നത് സ്വയം ഒരുക്കിയ കെണിയില. ഒരു വെടിക്ക് 2 അല്ല 20 പക്ഷിയെ വീഴ്ത്തി കാണിച്ചു തരാം ഈ സുസ്മിത. ശരിയാക്കി തരാം ശാലിനി. സുസ്മിതേ, എവിടെയാ നീ? ഇവിടെ കുറച്ചു നേരമായിട്ട് കാണുന്നില്ലല്ലോ. ഞാൻ ഹോസ്പിറ്റലിൽ ആന്റി. ഹോസ്പിറ്റലിലോ? എന്തു പറ്റി നിനക്ക്? എനിക്കൊന്നും പറ്റിയിട്ടില്ല ആന്റി. പറ്റാൻ പോകുന്നത് ആന്റിക്കാ. മനസ്സിലായില്ല. സത്യഭാമെന്ന് പറഞ്ഞ ആൾക്കാർക്കൊരു ബഹുമാനവും പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആദരവോടെ നിന്നിരുന്നവർ നാളെ മുതൽ ആന്റിയുടെ മുഖത്ത് നോക്കി പരിഹസിച്ച് ചിരിക്കും. നീ കാര്യം പറ സുസ്മിതേ. ആന്റിയുടെ പുന്നാര മരുമകളുണ്ടല്ലോ ശാലിനി, അവള് പ്രീതിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിരിക്കുക. എന്തിന്? DNA ടെസ്റ്റിന്. വേറെന്തിനാ? ദാസനൊന്ന് വിളിച്ചു പറഞ്ഞേക്കാൻ വരില്ല. എന്താമ്മേ? ആരെ നീ ഇത്ര തിടുക്കപ്പെട്ട് വിളിക്കുന്നത്? ഞാൻ ദാസന് ഞാനിപ്പോ ചെല്ലുന്നില്ലെന്ന് പറയണ്ടേ? നീ ചെല്ലാതിരിക്കുമ്പോഴേ അക്കാര്യം അവന് മനസ്സിലായിക്കോളും. നിനക്ക് അപ്പോയിന്റ്മെന്റ് തന്ന് വെയിറ്റ് ചെയ്യാൻ അവൻ ആരാ? ജില്ലാ കളക്ടറോ? വിളിക്കുന്നില്ല. ഫോൺ താ. ഡ്രൈവിംഗിനിടയിലെ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. അപകടം ക്ഷണിച്ചു വരുത്തുന്നത് പോലെ ആവും അത്. അമ്മ, ഞാൻ ഉപയോഗിക്കില്ല. ഉപയോഗിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാടാ കയ്യിൽ വെക്കുന്നത്? ഇതെന്റെ കയ്യിലെ ഭദ്രമായിട്ട് ഇരുന്നോളൂ. എന്തോ കുഴപ്പമുണ്ടല്ലോ. ശാലിനിയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയമായിരിക്കോ? നോക്കിയിരിക്കാതെ വണ്ടി എടുക്കടാ. എങ്ങോട്ടാ? ആദ്യം നീ വണ്ടി എടുക്ക, എന്നിട്ട് ഞാൻ പറയാം എങ്ങോട്ടാ പോണ്ടേന്ന്. ഉറപ്പായിട്ട് എന്തോ കുഴപ്പമുണ്ട്. വിഷ്ണു, വണ്ടി എടുക്കടാ. സീറ്റ് ബെൽറ്റ് ഉണ്ടേ? സേഫ്റ്റി. ഈ ആന്റി ഇനി വരില്ലേ? രണ്ടിനെയും കൈയോടെ പിടിക്കാനുള്ള ഒരു സുവർണ അവസര. എടുക്കുന്നില്ലല്ലോ. അങ്ങോട്ട്. അല്ല, ഇത് ഹോസ്പിറ്റലിലേക്കുള്ള റോഡല്ലേ? എന്താ ഹോസ്പിറ്റലിലേക്ക് ഓടില്ലേ ഈ കാറ്? അമ്മ ഹോസ്പിറ്റലിലേക്ക് പോണെങ്കിൽ പ്രീതി DNA ടെസ്റ്റിന് കൊണ്ടുവന്നിട്ടുണ്ടാവും അർജുൻ്റെ അമ്മ. എന്റെ ദൈവമേ. എന്തായാലും ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ശാലിനെ വിളിച്ച് വിവരം പറയാം. ഒളിവിലും മറവിലും ഇവളെ DNA ടെസ്റ്റിന് കൊണ്ടുവന്നപ്പോ ബഹുമാനമല്ല, ചെകിട്ടത്തുനിന്ന് പൊട്ടിക്കാനാ എനിക്ക് തോന്നുന്നത്. DNA ടെസ്റ്റോ? അമ്മ എന്തൊക്കെയാ പറയുന്നത്? എന്റെ മോളുടെ അഭിനയെ തീരെ പോരാ. ഇവളെ അതിലും കേമി. പക്ഷെ എത്ര വലിയ അഭിനയമാണെങ്കിലും ഈ മുഖം മൂടി എപ്പോഴെങ്കിലും അഴിഞ്ഞു വീഴും. ദാ ഇവളുടെ ഈ കുനിഞ്ഞ മുഖം, പിടയ്ക്കുന്ന കണ്ണുകൾ, ശരീരമാകെ പടർന്ന വിറയൽ, അതൊക്കെ എന്നോട് വിളിച്ചു പറയുന്നുണ്ട് നിന്നെ എന്തു പരിശോധനയ്ക്കാ ഇവിടെ കൊണ്ടുവന്നതെന്ന്. എപ്പോഴെങ്കിലും ഇത്തിരി അലിവ് എനിക്ക് നിന്നോട് തോന്നിയിട്ടുണ്ടെങ്കിൽ അതും കൂടി തീർന്നെന്ന് കരുതിക്കും.
മേലിൽ സത്യഭാമയുടെ നിഴലിൽ പോലും ചവിട്ടാനിടയാവരുത് നീ. സത്യഭാമയുടെ മനസ്സിലോ വീട്ടിലോ ഇനി നിനക്ക് സ്ഥാനമില്ല. വിഷ്ണു അടക്കം ഏത് കൊടുങ്കാറ്റ് ഇളകി വന്നാലും സമാധാനം പറഞ്ഞോളാം ഞാൻ. പറഞ്ഞത് കേട്ടില്ലേ? ഇനിയെങ്കിലും ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ കിടന്നിങ്ങനെ ചീഞ്ഞു നാറാതെ ഒന്ന് ഒഴിഞ്ഞു മാറടി. അമ്മ ശാലിനി എങ്ങോട്ട് പറഞ്ഞയക്കുന്നത്? ശാലിനിയെ കൈയോടെ പിടിച്ചു വിഷ്ണുവേട്ടാ. അർജുൻ പ്രീതിയെ സ്വീകരിക്കുന്നതിന് ഉപാധികളൊന്നും ഇല്ലെന്നല്ലേ ഇവള് പറഞ്ഞിരുന്നത്. ഇപ്പൊ ഇവള് തന്നെ DNA ടെസ്റ്റിന് പ്രീതിയെ ഇവിടെ കൊണ്ടുവന്നത് പൊക്കി. ആന്റി നമ്മുടെ വീടിനെയൊക്കെ നാണം കെടുത്തിയ ഇവളെ പറഞ്ഞയക്കാൻ പോവാ. പ്രീതി ഇവിടെ കൊണ്ടുവന്നത് DNA ടെസ്റ്റിനാണെന്ന് അമ്മയോട് ആരാ പറഞ്ഞത്? ശാലിനി പറഞ്ഞു. ആ അതോ പ്രീതിയോ? അല്ല, അവളാണല്ലോ പറയേണ്ടത്. ഞാനിവിടെ നോർമൽ ചെക്കപ്പിന് വന്നതാ വിഷ്ണുവേട്ടാ. ഇവളങ്ങനെ പറയും. ശാലിനിയെ രക്ഷിക്കാൻ വേണ്ടി ഇവൾ എന്ത് കള്ളവും പറയും. ആയിക്കോട്ടെ, ചെക്കപ്പ് നടത്തിയ ഡോക്ടർ കള്ളം പറയില്ലല്ലോ. ഇല്ല, കള്ളം പറയില്ല. നമുക്ക് ഡോക്ടറെ തന്നെ വിളിക്കാം. കുഞ്ഞിന്റെ വളർച്ചയും അമ്മയുടെ ആരോഗ്യസ്ഥിതിയും അറിയാൻ എല്ലാ ഗർഭിണികൾക്കും നടത്താറുള്ളത് പോലെ. ഇവളുടെ കാര്യം തന്നെയാണോ ഡോക്ടർ പറയുന്നത്? ഇവളുടെ മുഖത്തേക്കൊന്ന് ശരിക്കും നോക്കിയേ. പ്രീതിയാ, പ്രീതി. എന്റെ കാഴ്ചയ്ക്ക് ഓർമ്മയ്ക്കൊന്നും ഒരു തകരാറുമില്ല. ഇത് പ്രീതി, ഹസ്ബൻഡിന്റെ പേര് അർജുൻ. ഇത് സത്യാമ്മയുടെ ആരാ? മരുമകളാ. ഇങ്ങനെ ഒരു മരുമകളെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം. സത്യാമ്മയുടെ മകളുടെ ഹെൽത്ത് കണ്ടീഷൻസ്, ഇഷ്ടാനിഷ്ടങ്ങൾ, കഴിക്കുന്ന മെഡിസിൻസ് ഒക്കെ കാണാപ്പാടവാ ഈ കുട്ടിക്ക്. ഹോസ്പിറ്റലിൽ എല്ലാ പരിചരണവും നൽകി കൂടെ നിൽക്കുന്നു. സത്യാമ്മയ്ക്ക് പോലും ഇത്രയും ചെയ്യാനാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, സത്യാമ്മ എന്തിനാ ചെക്കപ്പിന്റെ കാര്യം അന്വേഷിച്ചത്? അത് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഈ കുട്ടിയോട് ചോദിച്ചാൽ മതിയല്ലോ. പ്രീതിയുടെ ചികിത്സാ വിവരങ്ങൾ എന്നേക്കാൾ അറിയാവുന്നത് ഈ കുട്ടിക്കാ. കുഞ്ഞിന്റെ വളർച്ച പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്, ഒരു കുഴപ്പമില്ല. അമ്മയുടെ ആരോഗ്യസ്ഥിതിയും നോർമൽ. ഡോക്ടറെ, ശരിക്കും ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കി. അല്ല, ഈ കുട്ടിക്ക് എന്തെങ്കിലും തകരാറുണ്ടോ? എന്തുപറ്റി? എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുമ്പോ DNA ടെസ്റ്റ് നടത്തിയെന്ന് പറയണമെന്ന് പലവട്ടം പറയുന്നുണ്ടായിരുന്നു. അല്ല, കണ്ടിട്ടൊരു അബ്നോർമാലിറ്റി തോന്നുന്നു. അത് ചെറിയൊരു തകരാറുണ്ട്. അപ്പോ അതും കൂടി ഒന്ന് നോക്കാൻ വേണ്ടിട്ടാ ഇവളെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നതേ. അത് ഡോക്ടറെ വേറൊന്നുമല്ല, ഇവളുടെ പിതൃത്വം സംബന്ധിച്ചൊരു തർക്കം. ഈ അച്ഛനും അമ്മയും തമ്മിലേ അന്ന് മുതലാ സമനില തെറ്റിയത്. ഈ DNA ടെസ്റ്റ് നടത്തിയ അച്ഛൻ തന്നെ അച്ഛനെന്ന് തെളിയിക്കണമെന്ന് പറഞ്ഞേ അന്ന് മുതലുള്ള നടപ്പാ. വിഷ്ണു, പിന്നെന്താ അമ്മ ഞാൻ പറയേണ്ടത്? എന്തു പറ്റി? അല്ല, അമ്മയ്ക്കിത് പുറത്താരും അറിയണത് ഇഷ്ടല്ല. കൂട്ടുകാരുടെ മകളാ. സോറി.
പക്ഷെ ഗോപാലേട്ടനിപ്പോ മറ്റൊരു ഭാര്യയുണ്ട്. അതിനിടെ ഗോപാലേട്ടൻ അടിക്കടി ഇവിടെ വരുന്നത്. മനസ്സിൽ മറ്റൊരു വിചാരവുമായല്ല ശാരദ ഞാൻ വന്നത്. ഇതുവഴി ഒരു അത്യാവശ്യത്തിന് പോവായിരുന്നു. വിശപ്പ് തോന്നിയപ്പോ അടുത്തൊരു ഹോട്ടലുള്ള കാര്യം ഓർമ്മ വന്നു. വിശന്ന് വലഞ്ഞു വരുന്ന ഒരു അപരിചിതന് കിട്ടുന്ന പരിഗണന പോലും കുടുംബശ്രീന്ന് എനിക്ക് കിട്ടില്ല എന്ന് മനസ്സിലായി. അയ്യോ സാരമില്ല. അയ്യോ ഗോപാലേട്ട പോലെ. ഗോപാലേട്ടൻ ഭക്ഷണം കഴിക്കാനാ വന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. വാ ഇങ്ങോട്ടിരിക്കാം. അല്ല, ഞാനിവിടെ വരുന്നത് നിനക്കും മക്കൾക്കും മാനക്കേടാണെങ്കിൽ വേണ്ട ശാരദ, ഞാൻ മറ്റെവിടെയെങ്കിലും പോയി കഴിച്ചോളാം. അയ്യോ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല ഗോപാലേട്ടാ. ഗോപാലേട്ടന് എന്റെ മനസ്സിൽ കള്ളമൊന്നും ഇല്ലായിരിക്കാം. പക്ഷെ നാട്ടുകാരെ പലവിധമല്ലേ, പലതും പറഞ്ഞെന്നിരിക്കും. അതിനിപ്പോ ഞാൻ വീട്ടിലെ ഊണുമുറിയിരുന്നല്ലോ ശാരദ കഴിക്കുന്നത്, കുടുംബശ്രീ ഹോട്ടലിലല്ലേ. മനസ്സിലായി ഗോപാലേട്ടാ. ഞാൻ പറഞ്ഞത് മനസ്സിൽ നിന്ന് അങ്ങ് കളഞ്ഞേക്ക്. വാ ഇരിക്കെ. ഇത് ശാരദാമ്മയ്ക്ക് മാറ്റിവെച്ചതല്ലേ? ഇത് അയാൾക്ക് കൊടുത്താ ശാരദാമ്മ എന്ത് കഴിക്കും? ആ ചോറിങ് എടുക്ക് ശാന്തേ. ഇങ്ങോട്ട് നീ കറി എടുത്തുണ്ടോ? അല്ല സാമ്പാർ തന്നെയല്ലേ ഇഷ്ടം? അതെ. നീ കഴിച്ചതാണോ ശാരദ? ഞാൻ കഴിച്ചു. എന്തേ? അന്നത്തെ അതേ രുചി. അന്ന് നീ നമുക്ക് മാത്രമായൊരു വിഭവം ഉണ്ടാക്കുമായിരുന്നല്ലോ. ആ പൈനാപ്പിൾ അച്ചാറ് അതുണ്ടാവോ കുറച്ചെടുക്കാൻ? അത് ശാന്തേ, ആ പൈനാപ്പിൾ അച്ചാറില്ലേ അതിങ്ങെടുത്തുള്ളൂ. ആ ശാന്തേ, തിരിച്ചു വരുമ്പോഴേ ഊണ് റെഡി എന്നുള്ള ബോർഡ് അങ്ങ് മാറ്റിയേക്കണേ. എടുത്തിട്ട് വാ, വേഗം എടുത്തിട്ട് വാ. ചെല്ല്. ഭാമ എങ്ങോട്ടാ പോയത്? ഭയങ്കര ദേഷ്യത്തിലൊക്കെയാണല്ലോ പോയത്. വിഷ്ണുവിനെയും കൂട്ടിയാണല്ലോ പോയത്. അവനൊന്നും പറഞ്ഞില്ല. എങ്ങോട്ടാ ഭാമ നീ ഒന്നും പറയാതെ പോയത്? സീമന്ത ചടങ്ങിന് സമയമായി എന്റെ മോൾക്ക്. അവളെ പൊന്നും പട്ടും ചൂടി ഒരുക്കുന്നതിന് പകരം വയറ്റിലെ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്നറിയാൻ DNA ടെസ്റ്റിന് കൊണ്ടുപോയെന്ന് പറഞ്ഞാലേ
എനിക്ക് ക്ഷമിക്കാനാവോ രാഘവേട്ട? ഭാമയോട് ആരായി മണ്ടത്തരൊക്കെ പറഞ്ഞത്? വായ പോയ ഏതെങ്കിലും കോടാലിയായിരിക്കും. വിട്ടുകള ഭാമയെ. അവസരം മുതലാക്കുകയാണല്ലോ ഈ കാർന്നോര്. അല്ല, ഭാമ എങ്ങോട്ട് ഇപ്പൊ പോയത്? ഹോസ്പിറ്റലിലേക്ക്. അവിടെ പ്രീതിയെ DNA ടെസ്റ്റിന് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് പ്രീതി ഉണ്ടായിരുന്നു അവിടെ? പ്രീതി ഉണ്ടായിരുന്നു. അതെച്ചാ ശാലിനി പ്രീതിയെ മന്ത്ലി ചെക്കപ്പിന് കൂട്ടിക്കൊണ്ടുപോയതാ. ആഹാ. നോക്കച്ച അമ്മയുടെ മുഖത്ത് സന്തോഷം കണ്ട. അതെ, പ്രീതിയുടെ കാര്യങ്ങള് ശാലിനി വേണ്ട സമയത്ത് നോക്കിക്കൊണ്ടും ചെയ്യുന്നതിന്റെ സന്തോഷം ഇത്. അതെ അതെ. ഞാനെന്താ ചെയ്യില്ലെന്നാണോ? അതിന് നീ ചെയ്തില്ലല്ലോ സുസ്മിതേ. നല്ല കാര്യങ്ങൾ ആര് ചെയ്താലും അതിന് ആദരവും അംഗീകാരവും കൊടുക്കും ഈ സത്യഭാമ. ആന്റിക്ക് അവളോട് സ്നേഹം തോന്നി തുടങ്ങിയ കുഴപ്പമാണല്ലോ. ഇത് മുളയിലേ നുള്ളണം. എന്താ ഒരു വഴി? ആ, അത് തന്നെ. ഇതല്ലേ അവളുടെ ബാഗ്. കാണിച്ചു തരാടി ഞാൻ. അവളുടെ ഒരു തുണി. നീ ഇവിടെ ഉണ്ടായിരുന്നോ? എന്താ നിനക്ക് എന്റെ ബാഗിനോടും ഡ്രസ്സിനോടും ഒക്കെ പെട്ടെന്നൊരു പ്രേമം? അത് നിന്നോടുള്ള പ്രേമം തന്നെയാടി. ആന്റിയെ കാണിച്ചു കൊടുക്കാൻ. നീ നിന്റെ ആന്റി എന്ത് കാണിച്ചു കൊടുക്കുമെന്ന്? ആന്റിയുടെ ഉള്ളിൽ ഇപ്പൊ നിന്നെ കുറിച്ചൊരു സോഫ്റ്റ് കോർണർ ഉണ്ടല്ലോ. എനിക്കത് തകർക്കണോടി. ശാലിനി, സത്യാമ്മേ, ശാലിനി പ്ലീസ്. ശാലിനി വേണ്ട, വീട് സുസ്മിത. ശാലിനി ഒന്ന് നിക്ക്. സത്യാമ്മേ, ശാലിനി ഞാൻ പറയുന്നൊന്ന് കേൾക്കാമേ. എന്താ മോളെ? ശാലിനി വേണ്ട. എന്താ എന്താ ഇവിടെ? ഇതാ, ഈ നിൽക്കുന്ന സുസ്മിതയെ കുറിച്ച് ഞാൻ എന്ത് പറഞ്ഞാലും സത്യാമ്മ വിശ്വസിക്കാറില്ലായിരുന്നു. ഇവള് ചെയ്യുന്ന തെറ്റുകൾക്ക് തെളിവ് സൂക്ഷിക്കുന്ന പതിവും എനിക്കില്ലായിരുന്നു. പ്രീതിയോടും എന്നോടുള്ള ദേഷ്യം അതാ സത്യാമ്മ ഇപ്പൊ കൺമുന്നിൽ കണ്ടത്. സുസ്മിതേ, ആന്റി അതങ്ങനൊന്നും അല്ല ആന്റി. പിന്നെ എന്താടി ഞാൻ കണ്ടത്? അത് ശാലിനിയെ പറ്റി പറഞ്ഞ ഏഷണികളൊക്കെ ഞാൻ വിശ്വസിച്ചു. ഇപ്പൊ അവള് പ്രീതിയെ ചെക്കപ്പിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും കുറ്റവാ അല്ലടി? അതെ അമ്മേ, അമ്മ ഇപ്പോഴെങ്കിലും സത്യങ്ങൾ തിരിച്ചറിയുന്നതിൽ സന്തോഷമുണ്ട്. ഇറങ്ങിക്കോ എന്റെ വീട്ടിൽ നിന്ന്. ആന്റി, ചെറിയൊരു തെറ്റിന് ഇത്രയും വലിയ ശിക്ഷയോ? ചെറിയ തെറ്റ് അല്ലടി. പ്രീതി
പ്രീതി എന്ന് പറയുന്നത് എന്റെ ഹൃദയം വെടിപ്പാ. അവളുടെ കുഞ്ഞിനെ ഞാൻ ഇല്ലാതാക്കുന്ന അവള് ഭയന്നെങ്കിലും ആ കുഞ്ഞാടി എന്റെ പ്രാണൻ. അതിനു വേണ്ടിയാ ശാലിനി പ്രീതിയും കൂട്ടി ഹോസ്പിറ്റലിൽ പോയത്. അപ്പോ നിനക്ക് എല്ലിനിടെ കുത്തുന്നു അല്ലേ? ആന്റി, ദേ കൊണ്ടുപോകരുത് നിന്നെ എന്റെ മുന്നിൽ ഇനി. ആന്റി, ഇറങ്ങടി. ചവിട്ടി പൊളിക്കേ. യാരത്? തമിഴ. ആ സൊല്ല, യാരത്? ഞാനേ ഒരു പാവം മലയാളിയാണേ. ഇതാരാണാവോ? പുരച്ചി തലവ്യ. നാന്താൻ നാഗവല്ലി. നാഗവല്ലി നല്ലേ. നാന്ത സംക്രം തമ്പി. കഥക്ക് തുറ നാഗവല്ലി. കഥക്ക് തുറ നാഗവല്ലി. പറഞ്ഞില്ലേ നാന്ത സംക്രം തമ്പി. കഥക്ക് തുറ നാഗവല്ലി. കഥക്ക് തുറ.